ഈശോയിൽ പ്രിയരെ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. പ്രേക്ഷിത ദൗത്യം ഈശോ ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടുക. വലിയ ദൗത്യം നൽകി ഈശോ അയക്കുകയാണ്. ഈ സുവിശേഷം വായിക്കുമ്പോൾ കർത്താവ് വലിയ അധികാരത്തോടെ ശിഷ്യന്മാരെ അയക്കുന്നു. 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. നിങ്ങൾ പോകുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ലോകമെങ്ങും പോകുക എന്നാണ് നമ്മൾ വായിക്കുക. ഏശയ്യായുടെ പ്രവചനത്തിൽ 49-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. അതുപോലെ നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാം വാക്യം ഇപ്രകാരമാണ്: യെരൂസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. ലോകമെങ്ങും സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് കടമയുണ്ട്, സഭയ്ക്ക് കടമയുണ്ട്. കത്തോലിക്കാ സഭയിൽ അംഗമായിരിക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മൾ അഭിമാനിക്കണം. പരിശുദ്ധ പിതാവ് ലയോ 14-ാമൻ പാപ്പ ആഫ്രിക്കയിലെ 4 രാജ്യങ്ങളിൽ ഈയിടെ പര്യടനം നടത്തുകയുണ്ടായി. പ്രതികൂലമായ സാഹചര്യങ്ങൾ ലോകത്തിന് നാനാഭാഗത്തു നിന്നുണ്ട്. പ്രതികൂലമാണെങ്കിലും സാഹചര്യം അനുകൂലമാണെങ്കിലും ധീരമായി സുവിശേഷം പ്രസംഗിക്കുക, സഭയുടെ ദൗത്യത്തെപ്പറ്റി പറയുക എന്നുള്ളത് പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകമായ ദൗത്യമാണ്. അത് തന്നെയാണ് സഭയുടെ ദൗത്യവും. സഭയുടെ അംഗങ്ങളാകുന്നതിൽ നമുക്ക് അഭിമാനം വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ഏറെ യുവജനങ്ങൾ സഭയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് മറ്റ് ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ ജനിച്ചു വളർന്നവർ കത്തോലിക്കാ സഭയെ തിരിച്ചറിയുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പാരമ്പര്യങ്ങളും പൈതൃകവുമൊക്കെ അതിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതിൽ അവർ അഭിമാനിക്കുകയാണ്. വേറെ ചില കൂട്ടരെ, പ്രത്യേകിച്ച് മതമൊന്നുമില്ലാതെ അവരുടെ ബാല്യകാലം ചിലവഴിച്ച് പിന്നീട് കോളേജ് സ്റ്റുഡൻസായിട്ട് മാറുന്നവരിൽ അവരുടെ ചില അഭിപ്രായങ്ങൾ ഈയിടെ വായിക്കാനായിട്ടിടയായി. അപ്പോൾ അവരൊരാൾ പറഞ്ഞ പ്രകാരമാണ്: ഇന്നത്തെ കാലഘട്ടത്തിലെ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ചിന്താഗതിയാണ് യൂണിവേഴ്സിറ്റികളെയും അതുപോലെ തന്നെ പല യുവജനങ്ങളെയും ഭരിക്കുന്നത്. എല്ലാത്തിനും മേലെ സ്വന്തം താല്പര്യങ്ങൾ പ്രതിഷ്ഠിക്കുക. അതുപോലെ പോസ്റ്റ് മോഡേണിസം പറയുന്ന നോ മൊറാലിറ്റി, നോ അതോറിറ്റി, നോ മീനിങ്, ഒന്നിനും ആത്യന്തികമായിട്ടിതൊന്നുമില്ല എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ വ്യക്തമായ ദിശാബോധം നൽകുന്നു, മൂല്യബോധം നൽകുന്നു. അധികാരത്തോടുകൂടി അർത്ഥങ്ങൾ സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ അതിസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളുടെ അർത്ഥങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന കത്തോലിക്കാ സഭയിൽ അംഗമാകാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാർ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മുടെ ദൗത്യം എന്താണ്? ഏശയ്യായുടെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ നാം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകണം. കാരണം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് നിന്നെ ഞാൻ നൽകും. പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന മേഖലകളിൽ യേശുവിൻ്റെ പ്രകാശമായി തീരുക, സഭയുടെ നല്ല മക്കളായി തീരുക. നമ്മുടെ സൗകര്യങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും വേണ്ടിയല്ല സഭയെ ഉപയോഗിക്കേണ്ടത്, സഭയെ അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഒന്നാമത് ഈ വലിയ സത്യമാണ് നമ്മൾ മനസ്സിലാക്കുക: ലോകമെങ്ങും യേശുവിൻ്റെ പ്രകാശമായിട്ട് മാറുക, പോകുക. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക യേശുവിൻ്റെ ആഹ്വാനമാണ്: നിങ്ങൾ എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. സ്നേഹത്തിലും ത്യാഗത്തിലും നിറഞ്ഞ ഒരു ശിഷ്യ സമൂഹത്തെ വാർത്തെടുക്കാനാണ് കർത്താവ് ആഗ്രഹിച്ചത്. ഈശോയുടെ സ്നേഹം
രൂപാന്തരപ്പെടുത്തുന്ന മനുഷ്യർ ഈശോയുടെ ശിഷ്യരായിട്ട് മാറുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പത്രോസിൻ്റെ വിശ്വാസവും വിശ്വാസക്കുറവും ചിന്തിച്ചു. പത്രോസിൻ്റെ വിശ്വാസക്കുറവിനെ മാറ്റി സ്നേഹത്തിൽ നിറച്ച് സഭയുടെ തലവനാക്കി പത്രോസിനെ നിയുക്തനാക്കുന്ന ആ വലിയ ദൗത്യമാണ് അല്ലെങ്കിൽ രംഗമാണ് നമ്മൾ കാണുക. നമ്മെയും നമ്മുടെ വിശ്വാസത്തെയും ഉറപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ചില ശിഷ്യന്മാർക്ക് സംശയമുണ്ട്. ചിലരെ യേശുവിനെ ആരാധിക്കുന്നു, എന്നാൽ ചിലർ സംശയിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സംശയങ്ങളും കുറവുകളുമുള്ള വിശ്വാസം തന്നെയാണ് നമ്മുടേത്. പക്ഷേ നമ്മൾ വളരണം, ഈശോയുടെ സ്നേഹത്തിൽ വളരണം, ഈശോ കൽപ്പിച്ചതനുസരിക്കാൻ പഠിക്കണം, അതനുസരിക്കണം, മറ്റുള്ളവരെ പഠിപ്പിക്കണം. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യത്വ ശൈലിയിലേക്ക് നമ്മൾ വളരും. അപ്രകാരമുള്ള ഒരു ശിഷ്യ സമൂഹത്തെ, ജീവിതം മുഴുവനും യേശുവിൻ്റെ സ്നേഹത്താൽ നിറയുന്ന, യേശുവിൻ്റെ സ്നേഹം രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശിഷ്യ സമൂഹത്തെ വാർത്തെടുക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ നിതാന്ത സാന്നിധ്യമാണ്. എപ്പോഴും കൂടെയുള്ള സാന്നിധ്യം. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് കർത്താവ് നമുക്ക് വാക്ക് തരികയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 23-ാം വാക്യം, ഇമ്മാനുവൽ എന്നുള്ള പേരാണല്ലോ ഈശോയ്ക്ക് നൽകപ്പെടുന്നത്, ദൈവം നമ്മോടുകൂടെ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് ഉറപ്പ് തരികയാണ് മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ തിരുവചനം. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുമ്പോൾ, ആ സാന്നിധ്യത്തെപ്പറ്റി നമുക്ക് വലിയ ഉറപ്പുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ നേടിയെടുക്കുക? ഈശോയുടെ ഉത്തമ ശിഷ്യരാകുന്നു. ഈശോയുടെ ദൗത്യം നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറയുന്നു. ആ നാമത്തിലാണല്ലോ ജ്ഞാനസ്നാനം നൽകാൻ ഈശോ നമ്മോട് കൽപ്പിക്കുക. അപ്പോൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. ലോകമെങ്ങും സുവിശേഷമാകാനും സുവിശേഷമേകാനും ഉള്ള നമ്മുടെ കടമ. അതുപോലെ ആത്മാർത്ഥതയുള്ള ശിഷ്യരായി സ്നേഹത്തിലും വിശ്വാസത്തിലും ആഴപ്പെടുവാനുള്ള നമ്മുടെ ദൗത്യം. യേശു എന്നും നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വലിയ ഉൾക്കാഴ്ചയിൽ മുന്നോട്ട് നീങ്ങാനുള്ള ഈശോ നമുക്ക് നൽകുന്ന പ്രത്യേകമായ ദൗത്യം. ഈ 3 കാര്യങ്ങളും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.